അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വന്നിരിക്കാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, മോളെ കണ്ടു മറിഞ്ഞും ചെയ്തോണമെല്ലാം, ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും മോള് തന്നെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനിലത്തെ തക്കം നോക്കി ദേവയാനിയുടെ മനസ്സ് പൂർണ്ണമായും കീഴടക്കാനും ആ 100 പൗണ്ട് സ്വർണം മേടിക്കാനുമായിട്ട് അനാമിക നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ദേവയാനിനെ കുളിപ്പിക്കുന്നതും അവളുടെ ബാക്കി ഡ്രസ്സ് മാറുന്നതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജാനകിയും അനാമികയും കൂടി ചെയ്യാണ്. അങ്ങനെ അവളുടെ ഫുഡൊക്കെ കൊണ്ട് അനാമിക കൊടുക്കുന്നുണ്ട് കേട്ടോ. നവ്യ ആണെങ്കിലും സഹായിക്കുന്നുണ്ട് ദേവയാനിനെ. ചില സമയങ്ങളിലൊക്കെ ദേവയാനി അടുത്തുനിന്ന് വർത്താനമൊക്കെ പറഞ്ഞത് നവ്യാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് തോന്നുമ്പോഴൊക്കെ നവ്യയുടെ പ്രസൻസ് ദേവയാനിക്ക് വലിയ ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട്. അങ്ങനെ ഒരു മാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഒരു മാസമല്ല, ഒരു 2 ആഴ്ചയൊക്കെ കഴിയാണ്. ഈ സമയത്തൊക്കെ അനാമിക ശരിക്കും മടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അനാമിക മടുക്കാണ്. അങ്ങനെ അനാമിക വിളിച്ചിട്ട് വീട്ടിലേക്ക് പറയുന്നുണ്ട്, ആ തള്ള സ്വർണം തരും തോന്നില്ല, അവരുടെ മുഷിന തുണികളൊക്കെ ഞാൻ മടുത്തു, അവരുടെ ടോയ്ലറ്റ് ഞാൻ കഴുകണം, അവരെ ഞാൻ കുളിപ്പിക്കണം, അവരെ മുടി ചീ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ആ പ്ലേറ്റ് ഞാൻ കഴുകണം, അവരുടെ മുടിയൊക്കെ അടിച്ചു വാരണം, ശരിക്കും അവരൊരു വേലക്കാരിയെ പോലെ ഒരു ഹോം നേഴ്സിനെ പോലെ അവരെ നോക്കാന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറയാണ്, മോളെ 1 മാസം ഹോം നേഴ്സ് ആയിട്ട് നിന്നാലേ വെറും 40,000 ശമ്പളേ കിട്ടുള്ളൂ, മോൾക്ക് കിട്ടാൻ പോകുന്നത് 100 പൗണ്ട് സ്വർണ്ണ, ഏകദേശം 70 ലക്ഷം രൂപ, അതൊന്നും മോൾ ഓർത്ത് നോക്കിയേ എന്ന് പറയുന്നുണ്ട്. അനാമിക പറയാണ്, അതിലൊന്നും കാര്യമില്ല ചാ, എനിക്ക് അവൻ തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനാമിക വരുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, മോളെ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, മോക്ക് 100 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ കൂടി ഞാൻ തരുമെന്ന്, മോളത് ഓർക്കുന്നുണ്ടെന്ന് ചോദിക്കാണ്. ആ അമ്മ പറഞ്ഞിരുന്നു അല്ലേ, ആ ശരിയാ, ഞാനത് മറന്നേ പോയി, എന്തിനാ അമ്മേ ഇപ്പൊ ആ കാര്യമൊക്കെ പറഞ്ഞ് ചോദിക്കാണ്. അത് പിന്നെ എന്റെ മോള് ചോദിച്ചില്ലെങ്കിലും കണ്ടറിഞ്ഞ് തരേണ്ടത് ഈ അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ, അതുകൊണ്ട് എന്റെ മോക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഈ അമ്മ തരും എന്ന് പറയാണ്. എനിക്കൊന്നും വേണ്ട, അമ്മയുടെ സ്നേഹം മാത്രം മതി. ദേവേനി പറയുന്നുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞതിന്റെ പേരില് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോലും എന്നെ തിരിഞ്ഞു നോക്കാത്തവളാ എന്റെ മരുമകള്. ആ സ്ഥാനത്താ മോള് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഒരു ഹോം നേഴ്സിനെ പോലെ എന്റെ എല്ലാ ജോലികളും ചെയ്യുന്നത് മോളല്ലേ, അപ്പൊ മോക്ക് ഇതിലപ്പുറം നല്ല മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവൾക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ സ്വർണം മുഴുവനും കൊടുക്കാണ്. ഇത് കണ്ടപാടെ അനാമികയുടെ കണ്ണു തള്ളിപ്പോവാണ് കേട്ടോ. ജയൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇതെന്താ ദേവയാനി എന്ന് ചോദിക്കാണ്. അത് പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി അവൾക്ക് ഞാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കുന്ന എന്റെ മരുമകൾക്ക് കൊണ്ടുപോയി 100 പൗണ്ട് സ്വർണം കൊടുത്തില്ലേ എന്റെ മോളെ വേദനിപ്പിക്കാൻ, അതുകൊണ്ട് എന്റെ 100 പൗണ്ട് സ്വർണം ഞാൻ ഇവക്ക് കൊടുത്തു. ജയൻ ചോദിക്കാണ്, അത് ആരോട് ചോദിച്ചത് നീ കൊടുത്തേ? ആരോട് ചോദിക്കാനോ ജയേട്ടാ, ഇതെന്റെ സ്വർണ്ണമല്ലേ, നിന്റെ ആണെങ്കിലും അതൊക്കെ ഞാൻ നിനക്ക് സമ്മാനമായി വാങ്ങുന്ന സ്വർണ്ണങ്ങളാ, അതൊക്കെ കൊടുക്കാൻ നിനക്കെന്താ അധികാരം എന്ന് ചോദിക്കാണ്. അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സ്വർണ്ണങ്ങളാ അമ്മ ഇഷ്ടത്തോടു കൂടി അമ്മയുടെ കൊച്ചു മരുമകൾക്ക് കൊടുത്തത്, അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മരുമകൾക്ക് കൊടുക്കാൻ എനിക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ചേട്ടാ ഇപ്പൊ അങ്ങനെയൊക്കെ എന്റെ നിന്നൊക്കെ ആയോ? ഏയ് ഒന്നുമില്ല, അർഹതപ്പെട്ടവർക്കാ ഇതൊക്കെ കൊടുക്കേണ്ടത്, അതിനെങ്കിലും നീ മനസ്സിലാക്കിക്കൊള്ളാം. വന്ന് കയറിയപ്പോ തന്നെ 100 പൗണ്ടുള്ള സ്വർണം നീ കുട്ടിക്ക് കൊടുത്തല്ലേ, പിന്നെ ഇതിനെ ഇപ്പൊ ഒന്ന് ചോദിക്കാണ്. അനാമിക പറയുന്നുണ്ട്, അമ്മേ എനിക്കൊന്നും വേണ്ട, ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ അമ്മേനെ നോക്കുന്നത്, എനിക്ക് വല്യമ്മനെ ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. കണ്ടോ എന്റെ മോടെ മനസ്സ് കണ്ടോ, അവളിപ്പോഴും വേണ്ടെന്നേ പറയുള്ളൂ, ഞാൻ നിർബന്ധിച്ച അവർക്ക് കൊടുക്കുന്നതെന്ന് പറയാണ്. ജയറൊന്നും മിണ്ടാ നിൽക്കാണ്. അപ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട്, എന്നാ ഈ സ്വർണം മുഴുവനും ജേട്ടൻ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട, ഇനി ഞാൻ തൊടില്ല എന്ന് പറയുമ്പോ വേണ്ട, നീ എന്തായാലും ആ കുട്ടിക്ക് കൊടുത്തല്ലേ, അവക്ക് തന്നെ ഇത് കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയാണ്, മോളൊന്നും കാര്യമാക്കണ്ട, മോളി സ്വർണം മുഴുവൻ എടുത്തോന്ന് പറഞ്ഞിട്ട് അവക്ക് കൊടുക്കാറ് കേട്ടോ. ഇത് കേട്ട പാടെ അവരുടെ അച്ഛനും അമ്മയും ഓടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 100 പൗണ്ട് സ്വർണം ഒന്ന് തുറന്നു പോലും നോക്കാൻ സമ്മതിക്കാതെ അവളുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ജയൻ ചോദിക്കാണ്, അല്ല ഇപ്പോഴെന്താ അവര് വന്നിട്ട് പോകുന്നതെന്ന് ചോദിക്കാണ്. ദേവേനി പറയുന്നുണ്ട്, അത് എന്നെ കാണാൻ വന്നതാ, സ്വർണം എന്തിനാ കൊടുത്തത്, മോക്ക് ഇഷ്ടംപോലെ സ്വർണം ഉണ്ടല്ലോ, അതൊക്കെ ദേവേനിയുടെ അല്ലേ, എന്തിനാ കൊടുത്തെന്നൊക്കെ ചോദിച്ച് എന്നെ വഴക്ക് പറയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജയൻ ആലോചിക്കാണ്, നല്ല അഭിനയം തന്നെ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച കൂടി പിന്നീടാണ്. അപ്പോഴേക്കും അനാമിക ശരിക്കും മടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കി മടുക്കാണ്. ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ നമുക്കൊരു ഹോം നേഴ്സിനെ സെറ്റാക്കിയാലോ? എന്തിനാ മോള് ചേച്ചിയുടെ എല്ലാ കാര്യം നോക്കുന്നുണ്ടല്ലേ, ചേച്ചി 100 പൗണ്ട് സ്വർണം കൂടി മോക്ക് തന്നത്, മോളെ അത്രയ്ക്ക് ഇഷ്ടാ, ചേച്ചിക്കായി വീട്ടിലെ പവർ കൂടുതൽ, അതുകൊണ്ട് അടുത്ത അവകാശമായിട്ട് മോളെ പ്രഖ്യാപിക്കും, എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അമ്മേ ഞാൻ മടുത്തു, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കൈയും നടുവും എല്ലാം വേദനയാ,
എന്നാ മോള് റെസ്റ്റ് എടുത്തോ, ഈ അമ്മ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ജാനകി 2 ദിവസം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഇവള് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, എന്തായാലും അവർ തരാനുള്ള സ്വർണം തന്നു, അവരെ സപ്പോർട്ട് നമുക്ക് വേണം, എങ്കിൽ പോലും നമുക്ക് നമ്മുടെ മോളെ കൊണ്ട് പക്ഷെ തുണി അലക്കിക്കളെന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, അങ്ങനെയായാല് അവർക്ക് ദേഷ്യമായാലോ, വേണ്ട, നമുക്ക് സൗമ്യമായ രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പറഞ്ഞിട്ട് അയാളും രേവതിയും കൂടിയിട്ട് അനന്തപുരിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിക. ഈ സമയത്ത് അങ്ങോട്ടോട്ട് വേണു ചോദിക്കുകയാണ്, അയ്യോ ഞാൻ എന്താ ഈ കാണുന്നത്, എൻ്റെ മോളെ തറ തുടയ്ക്കുകയാണോ? അപ്പോഴേക്കും ദേവേനി പറഞ്ഞിട്ട്, അത് പിന്നെ നയന ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ മുറിലെ കാര്യങ്ങളെല്ലാം ഇവള് തന്നെ ചെയ്യുന്നേ, മറ്റാരും ചെയ്യണമെന്ന് ഇവള് തന്നെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഒന്ന് അഭിനയിക്കുക, അവിടെ തലയിറങ്ങി താഴെ വരുന്ന പോലെ, അയ്യോ മോളെ എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടും എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കാണ്. എന്നിട്ട് ഡോക്ടർ എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നും കാണുന്നില്ല, ചിലപ്പം ഡീഹൈഡ്രേഷൻ്റെയോ ഫുഡ് വഴി കുറവ് കഴിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും, പ്രഷറൊക്കെ നോർമലാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയുടെ അച്ഛനമ്മയും പറയാണ്, അത് പിന്നെ ദേവിയുടെ മുറിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ മോളല്ലേ, ദേവിയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും അവളുടെ മുറി മൊത്തം ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാണോ, അതെല്ലാം ചെയ്ത് അവരുടെ മുഷ തുണിയൊക്കെ അലക്കുന്നില്ലേ, അതുകൊണ്ടാ എൻ്റെ മോക്ക് ഈ അവസ്ഥ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ജയൻ പറയാണ്, അത് നിങ്ങളുടെ മോള് സ്വയമേ വിളിച്ചു വരുത്തിയതല്ലേ, ഞങ്ങൾ ആരും പറഞ്ഞൊന്നും അല്ല ചെയ്യാന്, ആ കുട്ടി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വാശിക്ക് ചെയ്തതല്ലേ, ചെയ്തോട്ടെ നീ ഞങ്ങളും കരുതി, അല്ലാതെ ഇവിടെ ആരും നിങ്ങൾ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട, ദേവയുടെ മുഷ തുണി അലക്കാനോ ആ മുറി ക്ലീൻ ചെയ്യാനോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് ഇഷ്ടമാണ് എൻ്റെ വല്യമ്മേനെ ജീവനാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ചീരയെന്നൊക്കെ ജയൻ പറയാണ്. വേണു പറഞ്ഞിട്ട്, അല്ല ചെയ്യാ, ഞാൻ അങ്ങനെ ഉദ്ദേശം പറഞ്ഞല്ല, എൻ്റെ മോള് അങ്ങനെ കഷ്ടപ്പെടാതെ വളർന്നതല്ലേ, ജോലിയൊന്നും ചെയ്യാത്ത കുട്ടിയല്ലേ, അപ്പം അടുപ്പിച്ച് ഇത്രയും ദിവസം കഠിനമായ ജോലി ചെയ്തുകൊണ്ട് മോക ശരീരം സുഖയില്ലാതായതാ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ട് ദേവേനെ പറയുന്നുണ്ട്, ശരിയാ, മോൾ ഒരുപാട് മടുത്തിട്ടുണ്ട് ജയേട്ടാ, എത്രയും പെട്ടെന്ന് ഒരു ഹോം നേഴ്സിനെ നിർത്തണം, ഒരു സെർവന്റിനെ നിർത്തണം, അത് അത്യാവശ്യമായ കാര്യമാണ്, ജാനകിയും ജലജയൊക്കെ അടുക്കളയിൽ കിടന്ന് പണിത് മടുത്തു, ഈ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇത്രയും കാലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നയനമോള് ഒറ്റൊരാളാ ഈ വീട് മുഴുവനും നോക്കി എല്ലാം തുടച്ചു വാരി അടിച്ച് വൃത്തിയാക്കി ഫുഡും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അപ്പൊ ആർക്കും ഒന്നും അറിയണ്ടായിരുന്നു, ആ കുട്ടിയുടെ ക്ഷീണമോ തളർച്ചയോ ഒന്നും അറിയണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. ദേവേരി പറയുന്നുണ്ട്, അനാമിക മോളുടെ കാര്യം പറയുമ്പോൾ എന്തിനാ വെറുതെ അവളുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നേ, അവളുടെ ഒരു കാര്യങ്ങൾ എനിക്ക് കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് സെർവന്റിനെ റെഡിയാക്കണം, ഇനി അനാമിക മോളെ കൊണ്ട് പണിയിപ്പിക്കാൻ പറ്റില്ല, നോക്ക് എന്റെ മോളുടെ മുഖമൊക്കെ അങ്ങ് വാടി എന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ തലകറങ്ങി വീണതും എല്ലാം നമ്മളുടെ വേണുവിന്റെ പക്ക പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ആ ജോലിയിൽ നിന്നൊക്കെ അനാമിക രക്ഷപ്പെടുന്നുണ്ട്, 100 പവന്റെ സ്വർണം ചുളുവിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണു പറയാണ്, എങ്ങനെയുണ്ട് മോളെ ഈ അച്ഛൻ അഭിനയം, പിന്നെ തലകറങ്ങി വീണ എന്റെ അഭിനയം എനിക്കറിയാം, നന്നായി നടുപിടിച്ചു അറിയാവോ, അതിലെന്താ മോളെ, ഇനിയിപ്പോ മോക്ക് റെസ്റ്റ് എടുക്കാലോ, കിട്ടിയ 100 പവന്റെ സ്വർണം കൊണ്ടേ ഉപയോഗിക്കുന്ന കടം മൊത്തം ഞാനങ്ങ് വീട്ടി, ഇനി കുറച്ച് കടം കൂടെ ഉള്ളൂ, മറ്റു പലർക്കുമായിട്ട് ഒരു 1.5 കോടി രൂപയും കൂടെ മതി, അതുകൂടെ മോൾ ഒപ്പിച്ചെന്നാ നമ്മുടെ എല്ലാ കടങ്ങളും വീടും, നമുക്ക് പിന്നെ സന്തോഷമായിട്ടിരിക്കാം എന്നൊക്കെ പറയാണ്.